ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി പുഡിംഗ് ആയാലോ? അറേബ്യൻ പുഡിംഗ്. പെരുന്നാളൊക്കെ വരെയല്ലേ, ഭയങ്കര ഈസിയാണ്, കാണാനും നല്ല ഭംഗിയാണ്, അടിപൊളി ടേസ്റ്റുമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. കൂടുതൽ സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഞാനിത് അതിന് വേണ്ടിയിട്ടൊരു 1/2 ലിറ്റർ പാലൊന്ന് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്കൊരു തണുത്ത പാലിൽ 1/2 കപ്പ് പാലിൽ 3-4 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഒന്ന് കലക്കിയിട്ട് അതിൽ ഒഴിച്ച് കൊടുക്കാം. അധികം കസ്റ്റേർഡ് പൗഡറൊന്നും ഒഴിക്കേണ്ട, അപ്പോൾ കുറച്ച് കട്ടി കൂടുതലായി. ഇതിപ്പോൾ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ഇനി ഇതൊക്കെ കൈവെക്കാണ്ടൊന്ന് ഇളക്കി ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അതവിടെ മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് ഞാനൊരു പാക്കറ്റ് പക്ക് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് പക്ക് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, ഏത് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാനിത് ഈ ക്രീമിലോട്ട് ഒരു 1/2 ടിൻ മിൽക്ക് മെയ്ഡ് കൂടി ഒഴിക്കുന്നുണ്ട്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. എന്നിട്ട് ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതോടെ മാറ്റി വെക്കാം. ഇനി ബ്രെഡ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ സൈഡെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന പുഡിംഗ് ഡിഷിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടുള്ള ബ്രെഡ് എടുക്കുക. ഇനിയിപ്പോൾ ആ ബ്രെഡെല്ലാം ഈ ഡിഷിലേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക. പിന്നെ ഗ്യാപ്പെല്ലാം ഉണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്തിട്ടെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മേലെ ഞാനിത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒഴിക്കുക, അല്ലെങ്കിൽ ഈ കസ്റ്റേർഡ് വെക്കുന്നതിന് കുറച്ച് ഉറച്ച് വരും, കട്ടിയായിപ്പോവും. ഇത് നിങ്ങളുടെ പുഡിംഗ് ഡിഷിൻ്റെ ഒരു കുഴി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലെയർ ബ്രെഡ് വെച്ചിട്ടും ഇത് റെഡിയാക്കാം. ഞാനിപ്പോൾ ഒറ്റ ലെയർ വെച്ചിട്ടാണ് ഫസ്റ്റ് ഒന്ന് കസ്റ്റേർഡ് ഒഴിക്കുന്നത്. പിന്നെ വീണ്ടും അടുത്ത ലെയർ ബ്രെഡ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലെ പിന്നെയും കസ്റ്റേർഡ് ഒഴിച്ച് കൊടുക്കാം. എൻ്റെ കസ്റ്റേർഡ് കുറച്ചൊന്ന് ടൈറ്റായി വരുന്നുണ്ട് വീണ്ടും. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ബാക്കിയുള്ള കസ്റ്റേർഡും എല്ലാം ഫുള്ള് ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം ഉണ്ടല്ലോ, ക്രീം മിൽക്ക് മെയ്ഡ് മിക്സ്, അത് ഒഴിച്ച് കൊടുക്കാം. അത് ഫുള്ള് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നെല്ലാം കവർ ചെയ്യുക, ബ്രെഡും കസ്റ്റേർഡും ഒന്നും കാണാത്ത വിധം. അങ്ങനെ എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 4-5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ. അതൊന്ന് സെറ്റായിട്ട് വരുമ്പോൾ നമുക്ക് പിസ്ത പൊടിച്ചതോ അല്ലെങ്കിൽ ആൽമണ്ടോ നട്ട്സോ അങ്ങനെയൊക്കെ എന്ത് വേണോ ഇഷ്ടമുള്ളതിടാം. ഞാൻ കുറച്ച് റോസ് പെറ്റൽസോ എല്ലാം ഇട്ടിട്ടുണ്ട്, അതിനെ കുറച്ച് ഭംഗി കാണിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അറേബ്യൻ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നന്നായി തണുത്തിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.